സമയബന്ധിതമായി ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതായത് തിരക്ക് പിടിച്ച് ജഗവയാക്കി പ്രവൃത്തി നടത്തി പൂർത്തീകരിക്കലല്ല, സമയബന്ധിതമായി. ഇപ്പോൾ തന്നെ അത് വൈകിയിരിക്കുകയാണ്. സമയബന്ധിതമായി ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നാടാകെ ആഗ്രഹിക്കുന്നത്, എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ്. 2025 ഡിസംബർ മാസം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള NH-66 പ്രവൃത്തി പൂർത്തീകരിക്കാനാകുമെന്നുള്ള അഭിപ്രായം തന്നെയാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പൊതുവെ പറഞ്ഞിട്ടുള്ളത്. എവിടെയെങ്കിലും ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ നിലയിൽ തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. എന്തായാലും ഈ പദ്ധതി മുടങ്ങില്ല. ഈ പദ്ധതി 2026 പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കാനാകും എന്ന് തന്നെയാണ് പൊതുവെ നിലവിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ചില റീച്ചുകളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നല്ലാതെ പൊതുവെ ഇതിൻ്റെ പ്രവൃത്തി എല്ലായിടത്തും നല്ല നിലയിലാണ് നടക്കുന്നത്. അത് നല്ല നിലയിൽ തന്നെ പൂർത്തീകരിച്ച് പോകാനാകും. അതിനുവേണ്ട എല്ലാ സഹായവും സംസ്ഥാന സർക്കാർ നിലവിൽ ചെയ്തതുപോലെ തന്നെ തുടർന്നും ചെയ്യുന്നതായിരിക്കും. അതായത് മുഖ്യമന്ത്രിയുടെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുള്ള യോഗം മുതൽ എല്ലാ 2 ആഴ്ചയിലും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്ത ഇതുവരെയുള്ള നിലപാട് തുടരും എന്നുള്ളതും ഇവിടെ പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് അത് മുമ്പ് എന്തായിരുന്നു പറഞ്ഞ് അല്ല 25 ഡിസംബർ 26 പുതുവത്സര സമ്മാനം അങ്ങനല്ലേ പറഞ്ഞേ. നമ്മള് കേന്ദ്ര ഗവൺമെന്റ് അന്നും പറഞ്ഞാണ്, നിങ്ങൾ ശരിയായ അർത്ഥത്തിലാണല്ലോ ചോദിച്ചത് ബിനു. അതെ ക്ലാരിറ്റി. അപ്പോൾ നിലവിൽ അതിന് പ്രശ്നമില്ല. ഏതെങ്കിലും റീച്ചിൽ ഇനി എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലും ഭൂരിപക്ഷം നമുക്ക് ഒരു സംശയമില്ലാതെ മഹാഭൂരിപക്ഷവും നമുക്ക് 2025 ഡിസംബറിൽ തന്നെ പൂർത്തീകരിക്കാനാകും. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാനാകും. എന്തായാലും ഈ പദ്ധതി മുടങ്ങാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള സന്തോഷ വിവരം നിങ്ങളോട് പ്രത്യേകം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഇതിൽ NH-66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ് കേന്ദ്ര മന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിച്ചത്. ഒന്ന്, നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കർക്കശ നിലപാട് സ്വീകരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോവുക. 2, സമയബന്ധിതമായി ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുക. ഇതിൽ സംസ്ഥാന സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഒപ്പമുണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചത്.